വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ കുറച്ച് നേന്ത്രപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തേത് എടുക്കാവുള്ളൂ, ഉന്നക്കായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ നോമ്പിന് വേണ്ടിയിട്ട് പിന്നെന്താ പറയുക, അത് ഞാൻ കടലപ്പരിപ്പ് ഇട്ടിട്ടാണ് ഇതിൻ്റെ പണ്ടം ഉണ്ടാക്കുന്നത്. ഇതിൽ ഞാനൊന്ന് വെച്ചിട്ടുണ്ട്. ഇതും ഇതേമാതിരി കടലപ്പരിപ്പ് ഇട്ട് വെക്കാം നമുക്ക്. ഈ വീഡിയോയിൽ ഒന്നുണ്ട് തേങ്ങ ഒക്കെ വെച്ചിട്ട് കോഴിട്ട് വെച്ചിട്ട് എല്ലാം ഉണ്ട്. എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം നമുക്ക്. ഇത് വേവട്ടെ, ഇങ്ങനെ വേവിപ്പിച്ചെടുത്താൽ മതി. അപ്പം നല്ല ഉന്നക്കായി ആയിട്ട് വരും. ഇത് വെന്ത് വന്നിട്ടുണ്ട്, ഇതുപോലെ വെന്താൽ മതി. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചൂടാറിയിട്ട് വേണം ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കണ്ട. ഇതുപോലെ വെന്തിട്ടാൽ മതി. ഇത് ചൂടാറട്ടെ. നമ്മളെ പഴം തൊലിച്ചിട്ട് ഒരു മാഷർ വെച്ചിട്ട് അങ്ങോട്ട് അതേമാതിരി ഒരു മാഷർ കൊണ്ട് നന്നായി മാഷ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മളെ കൈ വെച്ചിട്ട് തന്നെ മാഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് നന്നായി ചൂടാറി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതേമാതിരി കൈ കൊണ്ട് തന്നെ മാഷ് ചെയ്താൽ മതി. മിക്സിയിലിടരുത്, കൈ കൊണ്ടോ അല്ലെങ്കിൽ മാഷർ വെച്ചിട്ടോ നന്നായി മാഷ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ മിക്സിയിലിടുകയാണെങ്കിൽ തന്നെ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ചെയ്താലും മതി. ഇതേപോലെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതേപോലെ അരച്ചെടുത്താൽ മതി. ഉണ്ടോ, വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്താൽ മതി. അതുപോലെ അരച്ചെടുത്തതായത് മാഷർ വെച്ചിട്ടാകുമ്പോൾ നമുക്ക് കഷ്ണമായി പോകും. പിന്നെ കൈ കൊണ്ടാക്കുമ്പോഴും അതിൻ്റെ ആ ഒരു നമുക്ക് ഉന്നക്കായി ഉരുട്ടുന്ന ആ ഒരു ഗുണം കിട്ടില്ല. പല പഴമൊന്നുമില്ല, പഴം മേടിച്ചാൽ മതി. നമുക്ക് ഉന്നക്കായി ഉരുട്ടിയെടുക്കാം. ഒരു പണ്ടം ഉണ്ടാക്കാനുണ്ട് ഇതിലേക്ക്. ഉന്നക്കായിൻ്റെ പണ്ടത്തിനുള്ള കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലിട്ടിട്ട് ഒന്ന് വേവിപ്പിച്ചെടുക്കാം. കടലപ്പരിപ്പാണ്, ഇതണ്ട ഞാൻ വെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണ്. അല്ല നമുക്ക് വേഗം വെന്ത് കിട്ടില്ല. നമുക്ക് കുക്കറിൽ ലോക്ക് ചെയ്യാം, വേഗം വെന്തോളും. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ കുറച്ച് പശു വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴൊക്കെ പശു നെയ്യാണല്ല. അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങ ഒന്ന് വെന്ത് കുറച്ചൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഈ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിപ്പിച്ച് വെച്ച കടലപ്പരിപ്പ്, പഞ്ചസാര മധുരത്തിന് ഇട്ട് കൊടുക്കുക. ആവശ്യം പോലെ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഒരു നുള്ളി ഏലക്കായി പൊടിച്ചതിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഞാനത് പുഴുങ്ങുമ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഉപ്പ് ആവശ്യം പോലെ ഇട്ട് കൊടുത്താൽ മതി. ആവശ്യം പോലെ ഇട്ട് കൊടുക്കാവുള്ളൂ. ഇനി ഇതൊക്കെ പാട് നന്നായി ചേർത്തെടുക്കുക. ഇങ്ങനെ പണ്ടം വെച്ചിട്ടുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഉന്നക്കായി. നന്നായി ഇത് പഞ്ചസാരൊക്കെ ഒന്ന് നമ്മൾ പിടിച്ച് വരട്ടെ. നമ്മൾ ഉന്നക്കായ്ക്ക് നടക്കാനൊക്കെ തയ്യാറായി വന്നു. ഇത്രയേ കടലപ്പരിപ്പ് വേകാവുള്ളൂ. അല്ലാതെ വന്നാൽ നമുക്കിത് ഇത് കിട്ടില്ല. ഇത്രയേ വേകാവുള്ളൂ. നമുക്കിത് ഉന്നക്കായിലേക്ക് മറിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഉന്നക്കായ്ക്ക് അരച്ചത് കൊടിഞ്ഞ് വെച്ചിട്ടുണ്ട്, കൂട്ട് കൊടിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കിയെടുക്കാം. അതിനാദ്യം കൈമ കുറച്ച് ഓയിൽ വറ്റി കൊടുക്കണം. കുറച്ച് ഓയിൽ വറ്റി കൊടുക്കുക. ഉന്നക്കായൻ്റെ കൂട്ടെടുക്കുക. പഴം വാങ്ങുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വാങ്ങിയാൽ മതി. അപ്പോൾ നല്ല ഉന്നക്കായി ആയിട്ട് കിട്ടും. അധികം പഴുക്കാത്ത പഴം വാങ്ങിയാൽ മതി. അതേപോലെ ചെറിയത് ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ നല്ല ഉണ്ടാവും. നമുക്ക് ഈ പണ്ടം ഇതിലേക്ക് നിറച്ച് കൊടുക്കാം.
ഇതിൽ തേങ്ങയും അവിലും ഒക്കെ വെച്ചിട്ടുണ്ട്, മുട്ട വെച്ചിട്ടുണ്ട്, ഉന്നക്കായി എല്ലാം ഉണ്ട് കേട്ടോ. ഇതും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഇപ്പം നോമ്പൊക്കെ അല്ലേ, നമുക്ക് ഇഫ്താറിന് പറ്റിയതാണ്. ഇതേമാതിരി കൈ കൊണ്ട് ഇങ്ങനെ ഉന്നക്കായി കേട്ടോ ഷേപ്പാക്കിയിട്ട് ഇങ്ങനെ എടുത്തേച്ചാൽ മതി. പഴം നല്ലതാകുമ്പോൾ ഉന്നക്കായി നന്നായി കിട്ടും. കണ്ടോ, കൈമ കുറച്ച് ഓയിൽ വെക്കുക, എടുക്കുക. ഈ പഴം പിന്നെ ഞാൻ പുഴുങ്ങുമ്പോൾ ഇതേപോലെ സ്റ്റീം ചെയ്യുമ്പോൾ ഉപ്പ് കുടഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ അരക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുറച്ചിട്ട് കൊടുക്കണേ, നേരെയാണ് ഒരു ടേസ്റ്റ് വരുള്ളൂ. അരക്കുന്ന സമയത്ത് ലേശം ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇതേപോലെ എന്നിട്ട് ഈ പണ്ടം ഇതിലേക്ക് നിറച്ച് കൊടുക്കുക. എന്നിട്ട് കൂട്ടി കൊടുക്കുക, കൈ കൊണ്ട് തന്നെ കൂട്ടി കൊടുത്താൽ മതി. ഒതുക്കി വെച്ചാൽ മതി, ഇതുപോലെ കിട്ടും. നല്ല ചെറിയ ഉന്നക്കായൊക്കെ എടുത്താൽ മതി. ഇങ്ങനെ ഇതൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കണം. അവിടെ എല്ലാം അങ്ങനെ അപ്പം ഞാൻ രണ്ടെണ്ണം കാണിച്ച് ഇനി ഇതേപോലെ എല്ലാം ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ ഒന്നുകൂടി എടുക്കുക. ഇത്രയേ എടുക്കണ്ടുള്ളൂ, കണ്ടോ, ചെറിയത് ഉണ്ടാക്കിയെടുത്താൽ മതി. അങ്ങനെ ഒന്ന് പരത്തിയെടുക്കുക. അതിലേക്ക് പണ്ടം വെച്ച് കൊടുക്കുക. ഇപ്പം ഈ പണ്ടത്തിലേക്ക് തന്നെ അമർത്തി കൊടുക്കുക. എന്നിട്ട് അതേമാതിരി നല്ലോണം ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഉണ്ടോ, തീരെ ഇത് പുറത്ത് വരാത്ത വിധത്തിൽ ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ ക്ലോസ് ചെയ്ത് കൊടുക്കുക. കൈ കൊണ്ട് തന്നെ പരത്തുക. പണ്ടതിലേക്ക് വെച്ച് കൊടുക്കുക. പണ്ടെണ്ണം നന്നായി ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഉണ്ടോ, നല്ല ഉന്നക്കായിട്ട് കിട്ടും. ഇതൊക്കെ പൊരിച്ചെടുക്കാം. നമ്മൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഉന്നക്കായെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത്രയും ഉന്നക്കായ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ഉന്നക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കഴിഞ്ഞു നന്നായി കവർ ചെയ്ത് വെക്കണം. പൊട്ടാത്ത വിധത്തിൽ ഇതുപോലെ തിരിച്ചും മറിച്ചും വെച്ച് കൊടുത്തിട്ട് നല്ല കളർ വരുമ്പോൾ എടുത്ത് വെച്ചാൽ മതി. ഉണ്ടോ, ഇത് പൊടിയൊന്നും കൂട്ടരുത്. പോലെ നല്ല പഴം വാങ്ങിയാൽ മതി. നല്ല നേന്ത്രപ്പഴം വാങ്ങിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇത് വേണ്ട, നമുക്കിത് എടുക്കാം. ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് ഫ്രീസ് ചെയ്യാനും പറ്റും. മുഴുവൻ ഉണ്ടാക്കുന്നില്ലെങ്കിൽ നേരെ ഫ്രീസ് ചെയ്താൽ മതി.
എന്നിട്ട് ആവശ്യ സമയത്ത് എടുക്കുമ്പോൾ ഒരു 10 മിനിറ്റ് മുമ്പ് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ഇതേപോലെ പൊരിച്ചെടുത്താൽ മതി. നമുക്ക് 1-2 കൂടി ഇട്ട് കൊടുക്കാം. ഞാനിത് മുഴുവനും പൊരിച്ചെടുക്കുന്നില്ല, കുറച്ച് ഫ്രീ ചെയ്യും. അത് വേകട്ടെ. നമ്മൾ പൊരിച്ചതൊക്കെ അവിടെ കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. പിന്നെ കുറച്ച് നമുക്ക് ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ പണ്ടം ബാക്കി വരില്ലേ, കുറച്ച് എന്തെങ്കിലുമൊക്കെ ബാക്കി വരികയാണെങ്കിൽ ഇങ്ങനെ പരത്തിയിട്ട് കോഴിയട പോലെ ഉണ്ടാക്കിയാൽ മൈദ കുറച്ച് കുഴച്ചിട്ട് പരത്തുക, ചെറിയ പൂരി പോലെ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് കോഴിയട പോലെ ഉണ്ടാക്കിയെടുക്കുക. ബാക്കി വരികയാണെങ്കിൽ ഇതധികം ബാക്കി വന്നിട്ടില്ല, അത് 1 കിലോനും ഒരു 100 ഗ്രാം അങ്ങനെ കുറച്ച് പഴമുണ്ട്, കുറച്ച് കൂടുതലുണ്ട് 1 കിലോനിലും. അതിന് ഞാൻ എടുത്തത് ഇത് 3/4 കപ്പ് തേങ്ങ, അതുപോലെ തന്നെ കുതിർത്തെടുത്ത 3/4 കപ്പ് പരിപ്പുമാണ് എടുത്തത്. അധികമൊന്നും പണ്ടൊന്നും ബാക്കി വന്നിട്ടില്ല. പിന്നെ നമ്മൾ വെക്കുന്ന പോലെ ഇരിക്കും, ജാസ്തി വെച്ച് കൊടുക്കുക കുറച്ച് വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന പോലെ ഇരിക്കും. ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക. മധുരം ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഇട്ട് കൊടുക്കുക. ഇതുപോലെ അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മതി. പിന്നെ ഇത് കുറച്ചെടുത്തിട്ട് ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മുഴുവൻ പൊരിക്കുന്നില്ലെങ്കിൽ ഇതേമാതിരി പിന്നെ കൈയൊക്കെ ചിലപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ മുഴുവനും പൊരിക്കേണ്ടി വരും. ഞാൻ കുറച്ചിങ്ങനെ ഫ്രീസറിൽ എങ്ങനെയാണ് വെക്കുക എന്ന് കാണിക്കുന്നത്. അതുപോലെ ഒരു സിബിളൊക്കെ എടുക്കുക, എന്നിട്ട് അതിലേക്ക് ഒഴിച്ച് വെക്കുക. എന്നിട്ട് പൊരിക്കുന്നുണ്ട് ഒരു 2-3 കുറച്ച് ഒരു സമയം മുന്നേ എടുത്തിട്ട് പുറത്തേക്ക് വെക്കുക, എന്നിട്ട് പൊരിച്ചെടുക്കുക. അപ്പം ഇതുപോലെ സിബ്ലോക്ക് എടുത്താൽ മതി, അതിലേക്ക് ഇങ്ങനെ ആക്കി വെച്ച് കൊടുത്താൽ മതി. ഒരു 3-4 ചെറിയ സിബ്ലോക്ക് ആണെങ്കിൽ 3-4 വെച്ച് കൊടുക്കുക. അതാണ് കണ്ടോ, ഇത് ഫ്രീസ് ചെയ്താൽ മതി. എപ്പോഴേ നമുക്ക് ആവശ്യം വരുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ആ സമയത്ത് എടുത്തിട്ട് കുറച്ച് സമയം പുറത്ത് വെച്ചിട്ട് എടുത്തിട്ട് പൊരിച്ചാൽ മതി. ഇതുപോലൊക്കെ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശമൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. ഇതിന് ഞാൻ വേറെയും പല തരത്തിലും ഉന്നക്കായി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ബൈ.